എന്റെ അടുത്തേക്ക് വരരുത് ഗബ്രി, എനിക്ക് പേടിയാകുന്നു ഗബ്രി, എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണം, ഞാൻ കിറ്റ് ചെയ്യാൻ പോകുന്നു എന്നാണ് ജാസ്മിൻ അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത്. മനസ്സിലായോ? അതായത് ജാസ്മിൻ ഈ പറയുന്ന ഗബ്രിയോട് പറയുന്നത് അച്ഛന് വയ്യ, പിന്നീട് ഈ എന്ത് പറഞ്ഞു എന്ന് കൃത്യമായിട്ട് ജാസ്മിൻ അവിടെ പറഞ്ഞു കൊടുക്കുന്നില്ല. അച്ഛന് വയ്യ, ചിലപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് ഇത് കണ്ടിട്ടായിരിക്കുമോ അച്ഛന് വയ്യാതായത്, അപ്പൊ ആയിരിക്കും, ചിലപ്പോൾ ഇതായിരിക്കും, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ഇവിടെയൊക്കെ അനുഭവിക്കുന്നത് ഞാനാണ്, ഇതൊക്കെ എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, എനിക്കിനി കളിക്കാൻ പറ്റത്തില്ല, എന്റെ വിശ്വാസം പോയി, ഞാൻ അനുഭവിക്കുന്നത് എനിക്ക് മാത്രമല്ലേ അറിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് ഏതാണ്ട് സമനില തെറ്റിയതുപോലെ എനിക്കൊരു സൈക്കോളജിസ്റ്റിന്റെ സഹായം വേണം എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന ജാസ്മിനെയാണ് നമ്മൾ ഇന്നത്തെ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഒരു തരത്തിൽ കാണുമ്പോൾ സങ്കടമൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ ഇതൊക്കെ വാങ്ങിച്ചാണ്, ചോദിച്ച് വാങ്ങിച്ചതുപോലെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ ആവർത്തിച്ച് പറഞ്ഞത്, ഇതിൽ ഇന്നലെ ചെറിയൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളതും ഈ പറഞ്ഞ എന്താണ് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താണ് ഞാൻ പിന്നീട് പറയാം എന്നുള്ളത്. അത് ഇത് ടെലികാസ്റ്റ് ചെയ്യുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. ടെലികാസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു വിഷയത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കിറ്റ് ചെയ്യുന്നു എന്നുള്ള വാർത്ത അങ്ങനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയണ്ട, അതിനൊരു പോസിബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് വന്ന് പറയുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ജെന്യുവൻ സോഴ്സിലൂടെ അറിയാതെ അല്ലാതെ നമ്മളൊരു കാര്യം പറയാറില്ല. അപ്പൊ ഇവിടെ പറയുന്നത് അച്ഛന് പിന്നെ ഓപ്പറേഷനാണ്, അങ്ങനെയാണ്. ഞാൻ അറിഞ്ഞത് അങ്ങനെയൊന്നും അല്ല. വിഷയം ഇത് തന്നെയാണ്, ഗബ്രിയുമായിട്ടുള്ള വിഷയം ഇത് തന്നെയാണ്. അർജന്റായിട്ട് കാണണം എന്നുള്ള രീതിയിൽ അവിടെ റിക്വസ്റ്റ് ചെയ്യും. അവര് പിന്നെ ഇവരുടെ ഈ പോക്ക് കൈവിട്ട് പോവുകയാണെന്ന് ബിഗ് ബോസിന് മനസ്സിലാവുകയും ചെയ്തതിനു ശേഷമാണ് അവരെ കൊണ്ട് സംസാരിക്കാനുള്ള ഇട കൊടുത്തത്. സംസാരത്തിൽ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ സംസാരിച്ചു, ഏതൊക്കെ രീതിയിൽ സംസാരിച്ചു എന്നുള്ളത്. അത് ടെലികാസ്റ്റ് ചെയ്യുമോ ഇല്ലെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. ടെലികാസ്റ്റ് ചെയ്തില്ല, പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. പക്ഷെ വിഷയം ഇതാണ്, മറ്റൊന്നുമല്ല. ഈ പറയുന്ന ഇതാണോ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, ഇത് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് അല്ലേ എന്നൊക്കെ പിന്നെ ജാസ്മിൻ തിരിച്ചു പറഞ്ഞെന്നൊക്കെ നമ്മൾ അറിയുന്നത്. ഞാനവന് ഫ്രണ്ട്ഷിപ്പ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ തോളിൽ കൈയിട്ട് കിടക്കുന്നതാണോ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ തിരിച്ചു ചോദിച്ചതായിട്ട് പറയുന്നു. അതുപോലെ വാപ്പ മാത്രമല്ല, ഈ പറയുന്ന ഉമ്മയും സഹോദരനും ഉണ്ടായിരുന്നു എന്നാണ് നമുക്കറിയാൻ പറ്റുന്നത്. അതിലെത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയാണ് നമുക്കറിയാൻ കഴിഞ്ഞത്, ഈ 3 പേരും ഉണ്ടായിരുന്നു എന്നുള്ളതും. പിന്നെ അതിനുശേഷം ഈ പറയുന്ന കിറ്റ്, ഇവളിപ്പോൾ കിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ കിറ്റ് ഇതുവരെയ്ക്കും ചെയ്തിട്ടില്ല എന്നൊരു അപ്ഡേറ്റും കൂടിയുണ്ട്. കിറ്റ് ഇതുവരെയ്ക്കും ചെയ്തിട്ടില്ല എന്നാണ് നമ്മളിപ്പോൾ അറിയുന്നത്. എന്നാലും പൂർണ്ണമായിട്ട് 100% കിറ്റ് ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ ഉറപ്പിച്ചൊന്നും പറയില്ല. അതിനുള്ള പോസിബിലിറ്റി സ്റ്റിൽ ഉണ്ട്. ഇനി വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിലും കിട്ടിയല്ലോ, അവളെ അവിടെ നിന്ന് ഇനിയിപ്പം കളിക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പം ഇത്രയും കാലം അവരോടൊക്കെ എതിർത്ത് വെക്കുകയും അവരോടൊക്കെ എന്താണ് ഫൈറ്റ് ചെയ്ത് നിൽക്കുകയും അതെന്റെ ഫ്രണ്ടാണെന്ന് പിന്നെ ഈ പറഞ്ഞതുപോലെ കയ്യിലടിച്ചോ അല്ലെങ്കിൽ നെഞ്ചിൽ തട്ടിയൊക്കെ സംസാരിച്ച് പിന്നെ ജാസ്മിന് സ്വന്തം വീട്ടുകാർ വാപ്പയും ഒക്കെ വന്ന് പറഞ്ഞപ്പോൾ അതിന് ഉത്തരമില്ലാതായി. ഇപ്പൊ പുറത്തു പോകുന്നത് ഏത് രീതിയിലാണ് എന്നുള്ളത്, എനിക്ക് ഇനി പുറത്ത് ചെന്നൊരു വീഡിയോ പോലും ഇടാൻ പറ്റാത്ത സ്ഥിതിയാണ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. അപ്പൊ അത്രയ്ക്ക് നല്ല രീതിയിൽ ഫയർ ചെയ്തിട്ടുണ്ട് ജാസ്മിൻ. ചില മുഖ്യർ അത് കാണിക്കത്തില്ലായിരിക്കും, ഈ പറഞ്ഞതുപോലെ അവിടെ പിന്നീട് അതൊന്നും കാണിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ ഇവിടെ വിളിച്ചു, അവിടെ കൊണ്ടുവന്നു, ഇങ്ങനെ സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ കുറെയൊക്കെ കട്ട് ചെയ്ത് കുറച്ചെങ്കിലൊക്കെ കാണിക്കാതിരിക്കാനും വഴിയില്ല. ഇതവരെ കാണിക്കില്ല. എനിക്കൊന്ന് ഈ സാധനം കട്ട് ചെയ്ത് മാറ്റുമായിരുന്നു. പിന്നെ മാനസികമായി തകർന്നുപോയ ജാസ്മിന് പിന്നെ സ്ക്രീനിൽ ഒരിക്കലും വരാതിരിക്കേണ്ട അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ടാണ് ഇവർ നിർബന്ധിതമായിട്ട് ഈ സീന് കാണിച്ചു എന്നുള്ളതാണ്. അപ്പൊ ബിഗ് ബോസിന്റെ രീതിയിൽ നിന്ന് നോക്കുമ്പോൾ അവരിനിയിപ്പോൾ ഇതിനുള്ള അവസരം കൊടുത്തില്ലെങ്കിൽ നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയുമാണ്. ഞാൻ എപ്പോഴെപ്പോഴും പറയുന്നതാണ്, മനസ്സിലായി, നിങ്ങൾ ഈ കാണിക്കുന്ന പേക്കൂത്തുകളെല്ലാം കണ്ട് അവിടെ നീറുന്നത് സ്വന്തം അച്ഛനും അമ്മയായിരിക്കും. അപ്പൊ അവരുടെ കൺസേൺ നമുക്ക് മനസ്സിലാവും, അവരുടെ ആ വിഷമം നമുക്ക് മനസ്സിലാവും അല്ലേ. അവരതുകൊണ്ടാണ് വന്ന് മറ്റേ മോൾ എങ്ങനെയെങ്കിലും മാറിപ്പോകട്ടെ എന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ പറഞ്ഞത് ഇവരുടെ കോമ്പ് ഇതോടുകൂടി അവസാനിക്കുകയാണ് എന്നും. ഞാൻ വീണ്ടും ഒരു കാര്യം കൂടി പറഞ്ഞു, ഇന്നത്തെ എപ്പോൾ വേണമെങ്കിൽ ജാസ്മിൻ പൂർവാധികം ശക്തിയോടെ വീണ്ടും തിരിച്ച് ഇതിലേക്ക് വരാമെന്നുള്ളത് ഞാൻ പറഞ്ഞു. ചിലപ്പം 2 ദിവസം കഴിയുമ്പോൾ വേണ്ട, ആ വാപ്പ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ ഈ ലെവലിലേ പോകുള്ളൂ എന്ന് വേണമെങ്കിൽ ജാസ്മിൻ ചിന്തിക്കാം. അതുകൊണ്ടാണ് ഞാൻ 2 ദിവസത്തേക്ക് ഈ കോമ്പ് കാണിച്ചാൽ 3-ാമത്തെ ദിവസം കൊണ്ട് എല്ലാം സമ്മതിച്ചുകൊണ്ട് എനിക്ക് അവിടെ മതി എന്ന് സമ്മതിച്ചുകൊണ്ട് തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി ഞാനിപ്പോൾ പറയുന്നത്. കൂടുതൽ അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.